നമസ്കാരം. കേരളത്തിലെ ബസ്സുകൾ സ്വകാര്യ ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണോ ആണെന്നാണ് ഇന്നാട്ടിലുള്ള ആളുകളുടെ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാമചേഷ്ടകൾക്കുള്ള സ്ഥലങ്ങളായിട്ടാണ് പലരും നമ്മുടെ ബസ്സുകളെ കാണുന്നത്. അതോടൊപ്പം അതിൽ കയറുന്ന സ്ത്രീകളെയാകട്ടെ തൻ്റെ കാമപൂർത്തീകരണത്തിനുള്ള വെറും ഉപകരണങ്ങളായി മാത്രം കാണുന്ന തരത്തിൽ നമ്മൾ കേരളീയരുടെ മനസ്സും മനസാക്ഷിയും അധപ്പതിച്ചു പോയതായി ചില സംഭവങ്ങൾ കാണുമ്പോൾ തോന്നിപ്പോകും. ഇതൊക്കെ ഇവന്മാർക്ക് സ്വന്തം വീട്ടിൽ പോയി ചെയ്താൽ പോരെ എന്ന് ചോദിച്ചാലും ഇവർക്ക് ഇതൊക്കെയാണ് ഒരു രസം എന്നായിരിക്കും മറുപടി ലഭിക്കുക. ഇതൊരു തരം മാനസിക രോഗമാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കുമ്പോൾ കേരളം ഒരു വലിയ ഭ്രാന്താലയമായി മാറാൻ അധിക കാലമൊന്നും വേണ്ടി വരില്ല എന്നാണ് കഴിഞ്ഞ കാലത്ത് ഇത്തരത്തിലുള്ള ഭ്രാന്തന്മാരുടെ കണക്കുകൾ നമുക്ക് കാണിച്ചു തരുന്നത്. ആദ്യം വാർത്ത കേൾക്കുമ്പോൾ അത് വല്ല ബംഗാളിയുമായിരിക്കും എന്നാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. എന്നാൽ സംഗതി അതല്ല. അവരൊക്കെ ഇപ്പം അത്തരം പരിപാടിയൊക്കെ നിർത്തി എന്നാണ് പൊതുവിൽ അറിയുന്നത്. കാര്യം അവരിപ്പോൾ കേരളക്കാർ ചെയ്യേണ്ട നാട്ടുജോലികളൊക്കെ ചെയ്യുമ്പോൾ ഒരു പണിയുമില്ലാത്ത മലയാളികൾ അതെല്ലാം ചെയ്ത് നാട്ടുകാർക്കും മറ്റു സംസ്ഥാനത്തിനും മാതൃകയാകേണ്ടേ എന്നാണ്. എന്തിനേറെ പറയാൻ, ഒരു ചലച്ചിത്ര നടൻ സ്കൂൾ കുട്ടികൾക്ക് മുന്നിൽ കാണിച്ച തോന്നിയാസം പിന്നീട് വിധി എഴുതിയതും ദീർഘകാലമായി മാനസിക പ്രശ്നത്തിന്, അതായത് ഭ്രാന്തിന് മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണെന്നും അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചതാണ് എന്നുമാണ്. എന്തല്ലേ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പോക്കെ. സ്ത്രീകൾ ഇതൊക്കെ ക്യാമറയിൽ പകർത്തി പുറം ലോകത്ത് എത്തിക്കുന്നതുകൊണ്ട് ഇതൊക്കെ നാട്ടുകാർ കാണുന്നു. അല്ലാത്ത എത്രയോ സംഭവങ്ങൾ ബസ്സുകളിൽ പകൽ സമയത്തും രാത്രി സമയത്തും നടക്കുന്നുണ്ട് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വെറുതെ കഴിഞ്ഞ മാസത്തെ കണക്കെടുത്ത് ഒന്ന് നോക്കാം. മെയ് മാസം 18, അതായത് ഈ വർഷം തന്നെയാണ് കഴിഞ്ഞ മാസം, കോഴിക്കോട് കായക്കൊടി സ്വദേശി സവാദ് ഒരു KSRTC ബസ്സിൽ യാത്ര ചെയ്ത് വരികയാണ്. അതിനിടയിൽ ഒരു സ്ത്രീ തനിക്ക് കാണാൻ പാകത്തിൽ ഇരിക്കുന്നു. പിന്നെ വേറൊന്നും നോക്കാൻ സവാദിന് കഴിഞ്ഞില്ല. താൻ എന്തിനും പോകുന്ന ഒരു പുരുഷനാണെന്ന് തെളിയിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ? അതുമല്ലെങ്കിൽ നമ്മുടെ നാട് തന്നെ അപകടത്തിലാകും എന്ന് ചിന്തിച്ച സവാദ് ആ പെൺകുട്ടിക്ക് നേരെ അങ്ങനെയൊക്കെ അങ്ങ് കാണിച്ചു. അല്ല പിന്നെ ദേഷ്യം വരില്ലേ? എന്തായാലും അങ്കമാലിക്കാരുടെ മാനം കാത്ത പുരുഷകേരി ശ്രീ സവാദിനെ നെടുമ്പാശ്ശേരി പോലീസ് അങ്ങ് പൊക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതേ വർഷം തന്നെ മെയ് 21 സംഭവം നടക്കുന്നത് KSRTC ബസ്സിൽ തന്നെ. ചേർത്തല സ്വദേശി രാജേഷാണ് നായകൻ. അദ്ദേഹം ഭക്തനാണെന്ന് മാത്രമല്ല ഹരിപ്പാട് പള്ളിപ്പാട് ക്ഷേത്രത്തിലെ പൂജാരി കൂടി എന്ന് ഓർക്കണം. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർക്ക് പോയ ഒരു സ്വിഫ്റ്റ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് ഒരു പുഷ്പാഞ്ജലി നടത്തിയതിൻ്റെ പേരിൽ പുന്നപ്ര പോലീസ് പിടികൂടി. ബസ്സിൽ തൽക്കാലം പുഷ്പാഞ്ജലി വേണ്ട എന്നാണ് പുതിയ നിയമം എന്നുള്ള വിവരം രാജേഷ് പോറ്റി അറിയാതെ പോയതിലുള്ള പ്രശ്നമായി നമുക്കതിനെ കാണാവുന്നതാണ്. പത്രം വായിക്കാത്തതിലുള്ള പ്രശ്നമായിരിക്കും. തൊട്ടടുത്ത ദിവസം തന്നെ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയാണ് സംഭവസ്ഥലം. കണ്ണൂർ സ്വദേശി നിസാമുദ്ദീൻ കാസർഗോഡ് നിന്നും പത്തനംതിട്ടയിലേക്കുള്ള ബസ്സിൽ യാത്ര ചെയ്തു വരുമ്പോഴാണ് ഒരു സ്ത്രീയെ ബസ്സിൽ കാണുന്നത്. ഇവന്മാർക്ക് ഇതൊക്കെ എന്തിൻ്റെ കേടാണ് എന്ന് ചോദിക്കാൻ വരട്ടെ. ആണാണ് എന്ന് തെളിയിക്കേണ്ടത് ബസ്സിൽ തന്നെ എന്ന് കരുതി ആ സ്ത്രീയെ പീഡിപ്പിക്കാനുള്ള ശ്രമവും നടത്തി. അതും പൊക്കി. പിന്നെ നിസാമുദ്ദീനെ പോലീസും പൊക്കി. ഒരു ദിവസത്തേക്ക് എല്ലാവരും അവധിയെടുത്തു തോന്നുന്നു. അതിനുശേഷം മെയ് മാസം 24 പുലർന്നു. മാനന്തവാടിയിൽ നിന്നും പുറപ്പെട്ട ഒരു KSRTC ബസ്. ബസ്സിൽ നിറയെ ആളുകൾ. ഡ്രൈവർ സീറ്റിൽ മാനന്തവാടി ഡിപ്പോയിലെ ഡ്രൈവർ ഇബ്രാഹിം. ആളിനെതിരെ മനുഷ്യപ്പറ്റുണ്ടായി പോയതാണ് കുറ്റം. ബസ്സിൽ തൂങ്ങിപ്പിടിച്ചു നിന്ന വിദ്യാർത്ഥിനിയോട് പറഞ്ഞു, മോൾ അധികം നിൽക്കേണ്ട, വണ്ടിയുടെ ഗിയർ ബോക്സിന് മേളിൽ ഇരുന്നോളൂ എന്ന്. പക്ഷേ സംഗതി കൈവിട്ടുപോയി. അതും കേസായി മാറി. ഇത് നടന്നത് കോഴിക്കോട് വെച്ചാണ്. ആണുങ്ങൾ പത്രം വായിച്ചെന്ന് തോന്നുന്നു. തുടർന്നുള്ള 2 ദിവസങ്ങളിൽ പ്രത്യേകിച്ചൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. തുടർന്ന് 27 പുലർന്നു. തിരുവനന്തപുരത്ത് നിന്നും പൂവാറിലേക്ക് പുറപ്പെട്ട KSRTC ബസ്സാണ് സംഭവസ്ഥലം. പരാതിക്കാരിയാകട്ടെ ഒരു നഴ്സും. പിന്നിലിരുന്ന യുവാവ് കാലുകൊണ്ട് മോശമായി സ്പർശിച്ചു എന്നായിരുന്നു പരാതി. പതിവ് പോലെ ആ യുവാവും പിടിയിലായി. ആരെ കുറ്റം പറയാനാണ്? അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം മെയ് മാസം 28 കണ്ണൂരിലാണ് സംഭവം നടക്കുന്നത്. ഇത് ഇച്ചിരി കടന്ന കൈയായിപ്പോയി എന്ന് തോന്നുന്നു. മാസ്ക് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ബസ്സിൽ കയറിയത്. ഭയം വേണ്ട, ജാഗ്രത മതി എന്നാണല്ലോ. എന്തായാലും ബസ്സിൽ ആള് കുറവായിരുന്നത് കൊണ്ടും എതിർഭാഗത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നത് കൊണ്ടും ഭയവും പോയി, ജാഗ്രതയും പോയി. മൊത്തം കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സ്ത്രീയെ കണ്ടപാടെ നിരപ്പേൽ ബിനു എന്ന യുവാവ്
താനൊരു ആണാണെന്നങ്ങ് കാട്ടിക്കൊടുത്തു. പിന്നെ അതിൽ നിന്ന് മുങ്ങുകയും ചെയ്തു. ജാഗ്രതയ്ക്കായി വെച്ചിരുന്ന മാസ്കിനും ഒന്നും പ്രതിരോധിക്കാൻ കഴിയാതെ വന്നതോടെ പണിയായി കെണിയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പോട്ടെ, എന്തായാലും ഒരു മാസം അങ്ങനെയൊക്കെ ഞാൻ കഴിഞ്ഞു പോയില്ലേ. അങ്ങനെ പുതിയ മാസം തുടങ്ങി, ജൂൺ മാസം. ജൂൺ മാസത്തെ കൈനീട്ടവും മോശമായിരുന്നില്ല. കൊണ്ടോട്ടി സ്വദേശി മുഖസിലാണ് കൈനീട്ടവുമായി 1-ാം തീയതി തന്നെ ഇറങ്ങിയത്, അതും ബസ്സിൽ തന്നെ. ഇതാണ് സദാചാരവാദികളായ മലയാളികളുടെ അവസ്ഥ. ഇതൊക്കെ നടക്കുന്നത് പാതിരാത്രിയിൽ ഇരുട്ടിന്റെ മറവിലാണെന്ന് തെറ്റിദ്ധരിച്ചാൽ അത് വേണ്ട. പട്ടാപ്പകൽ വെളിച്ചത്തിൽ തൻ്റെ ഇടത്തോടെ പെരുമാറുന്നതാണടോ ആണത്തം എന്നൊരു ഡയലോഗ് തട്ടിവിട്ടുകൊണ്ട് എല്ലാവരും അഴി എണ്ണുന്നതായിട്ടാണ് അറിഞ്ഞത്. എന്തായാലും സാംസ്കാരിക കേരളത്തിൻ്റെ സാംസ്കാരിക നായകരുടെ അവസ്ഥ ഇതൊക്കെയാണ്.